നമ്മളൊരു ഓട്ടോമാറ്റിക് ഫില്ലിംഗ് ലൈൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ സിറപ്സ് ഒക്കെ ഫില്ല് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ഘട്ടത്തിൽ നമ്മൾ ബോട്ടിലുകൾ കയ്പുള്ള മരുന്നുകൾ നമ്മൾ പെട്ടെന്ന് വായിലേക്ക് വെക്കുമ്പോൾ നമുക്കൊരു കയ്പ് ഫീൽ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതിനെ കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു കോട്ടിങ് കൊടുക്കും. ആ ടാബ്ലറ്റ് നമ്മുടെ ഉള്ളിൽ ചെന്നിട്ട് അത് ബ്രേക്ക് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ടാബ്ലറ്റ് ബ്രേക്ക് ചെയ്യാനുള്ള ടാബ്ലറ്റ് ഡിസിൻറ്റിഗ്രേറ്റിംഗ് ഏജൻസും. ROVER എന്ന് വന്നിരിക്കുന്ന ആലപ്പുഴ ജില്ലയിൽ കലവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മുടെ കേരള സർക്കാരിൻ്റെ ഇൻഡസ്ട്രിയൽ മിനിസ്റ്റർ പി രാജീവ് സാറിൻ്റെ അണ്ടറിൽ വരുന്ന കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു വലിയൊരു പ്ലാന്റിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ അസുഖം വന്നു കഴിഞ്ഞാൽ കഴിക്കുന്ന ടാബ്ലറ്റ്, ക്യാപ്സ്യൂൾസ്, അതേപോലെ തന്നെ സിറപ്പുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിർമ്മിക്കുന്ന ഒരു വലിയൊരു പ്ലാന്റ്. എങ്ങനെയാണ് ഇതൊക്കെ നിർമ്മിക്കുന്നത് ആ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. കേരള സർക്കാരിൻ്റെ ഒത്തിരി പ്ലാന്റുകളുണ്ട്, ഒത്തിരി കമ്പനികളുണ്ട്, അതൊക്കെ നമുക്ക് കാണാനുണ്ട്. മുന്നോട്ട് ഓരോ വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ആ കാഴ്ച നമ്മൾ കാണാൻ പോവാണ്. നേരെ കമ്പനിക്കകത്തേക്ക്. KSTPയുടെ പ്രൊഡക്ഷൻ മാനേജർ സന്തോഷ് സാർ ഇപ്പം എൻ്റെ കൂടെ ഉള്ളത്. സാർ, ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായി? KSTP 1974 കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഏകദേശം 50 വർഷം പൂർത്തിയാവുകയാണ്. ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നത്? ഇവിടെ പ്രധാനമായിട്ടും മരുന്നുകളാണ് നിർമ്മിക്കുന്നത്. പല രൂപത്തിലുള്ള മരുന്നുകൾ നമ്മൾ നിർമ്മിക്കുന്നുണ്ട്. ടാബ്ലറ്റ്, ക്യാപ്സ്യൂള്, ലിക്വിഡ്സ്, പൗഡേഴ്സ്, ഡ്രൈ പൗഡർ ഇഞ്ചക്ഷൻ, ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള മരുന്നുകൾ നമ്മളിവിടെ നിർമ്മിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഏകദേശം 92 ഇനം മരുന്നുകൾ നമ്മളിവിടെ നിർമ്മിച്ച് വിതരണം ചെയ്യുന്നുണ്ട്. ഈ മരുന്നുകളൊക്കെ തന്നെ നമ്മൾ വിതരണം ചെയ്യുന്നത് കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ വഴിയാണ് കേരളത്തിനകത്ത് വിതരണം നടത്തുന്നത്. നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും നമ്മുടെ മരുന്നുകൾ കയറ്റിവിടുന്നുണ്ട്. സംസ്ഥാനത്തേക്ക് ഇവിടുന്ന് പോകുന്നുണ്ടോ? അതെ അതെ. ഇത്ര വലിയ രീതിയിലാണ് ഇവിടെ പ്രൊഡക്ഷൻ നടക്കുന്നത്. ഇപ്പം നല്ല രീതിയിൽ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. KSTPയെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് സർക്കാരും വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. കോവിഡിൻ്റെ സമയത്ത് KSTP ഏകദേശം 60 കോടി രൂപ വിലയ്ക്കുള്ള സാനിറ്റൈസർ ഉൽപ്പാദിപ്പിച്ച് വിതരണം നടത്തിയിരുന്നു. ഇത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക്, ജനങ്ങൾക്ക് വളരെയധികം അനുഗ്രഹമായിരുന്നു. എനിക്ക് ഇവിടെ പ്രൊഡക്ഷൻ രീതി അതൊന്ന് കാണുന്നുണ്ട്. ആദ്യം നമ്മൾ ടാബ്ലറ്റ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ഒരു ടാബ്ലറ്റ് നിർമ്മിച്ചെടുക്കുന്നത് എന്നുള്ളൊരു കാഴ്ച, അതിലേക്ക് നമുക്ക് കിടക്കാം. ഇപ്പോൾ ടാബ്ലറ്റിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ നമുക്ക് പ്രധാനമായിട്ടും അതിനൊരു 3 സ്റ്റെപ്പ് പ്രോസസ്സ് എന്ന് പറയാം. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. അതെന്ന് പറയുന്നത് ഗ്രാനുലേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടാബ്ലറ്റ് കംപ്രഷൻ. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടാബ്ലറ്റ് കോട്ടിംഗ്. ഇത് കൂടാതെ നമ്മൾ ഈ ടാബ്ലറ്റിൻ്റെ എല്ലാ സ്റ്റെപ്പുകളിലും അതിനാവശ്യമായിട്ടുള്ള ക്വാളിറ്റി ചെക്സും നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഗ്രാനുലേഷൻ എന്ന് പറയുന്ന പാർട്ടിലാണ് നമ്മൾ ശരിക്കും മരുന്ന് ബാക്കിയുള്ള അതിനുള്ള എക്സിപ്പിയൻസും കൂടെ ചേർത്ത് അതിനെ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ എക്സിപ്പിയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് പ്രധാനമായിട്ടും ചേർക്കുന്ന ഒരെണ്ണമാണ് ബൈൻഡേഴ്സ് എന്ന് പറയും. കാരണം നമ്മൾ ടാബ്ലറ്റ് ഉണ്ടാക്കുന്നത് ഈ API ആയിട്ടുള്ള പൗഡേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഈ പൗഡേഴ്സിന് തമ്മിൽ ഒട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ സാധാരണ ബൈൻഡർ സൊല്യൂഷനാണ് ഇതിനൊരു ബൈൻഡിങ് നേച്ചർ കൊടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ബൈൻഡിങ് നേച്ചറുള്ള ഈ സൊല്യൂഷൻ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഈ പൗഡർ പാർട്ടിക്കിളിൽ ഈ ബൈൻഡേഴ്സ് പറ്റിയിട്ട് അതിന് തമ്മിൽ പരസ്പരം ഒട്ടാനുള്ള ഒരു ടെൻഡൻസി കൂടുതലാക്കി മാറ്റും. പിന്നെ ഇത് കൂടാതെ തന്നെ നമ്മളൊരു ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞാൽ ആ ടാബ്ലറ്റ് നമ്മുടെ ഉള്ളിൽ ചെന്നിട്ട് അത് ബ്രേക്ക് ചെയ്യണം. ഈ ബ്രേക്ക് ചെയ്യുന്നതിന് നമ്മൾ ഡിസിൻറ്റിഗ്രേഷൻ എന്നാണ് പറയുന്നത്, ടാബ്ലറ്റ് ഡിസിൻറ്റിഗ്രേഷൻ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ടാബ്ലറ്റ് ബ്രേക്ക് ചെയ്യാനുള്ള ടാബ്ലറ്റ് ഡിസിൻറ്റിഗ്രേറ്റിംഗ് ഏജൻസും പിന്നെ അതുപോലെ തന്നെ മറ്റ് ആവശ്യത്തിനുള്ള മറ്റ് എക്സിപ്പിയൻസും നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം ഇതിനെ നമ്മൾ വിവിധങ്ങളായിട്ടുള്ള എക്യുപ്മെൻറ്റ്സിലൂടെ പാസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഗ്രാനുലേഷൻ ചെയ്യുന്നത്. ഇപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്, നമുക്കിവിടെ ഫ്ലൂയിഡ് ബെഡ് എക്യുപ്മെൻ്റ് എന്ന് പറയുന്നൊരു ആധുനിക ഗ്രാനുലേഷൻ എക്യുപ്മെൻ്റ് ഉണ്ട്. പിന്നെ RMG ഉണ്ട്, പിന്നെ ഡ്രയേഴ്സ് ഉണ്ട്, പിന്നെ ബ്ലെൻഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിലൂടെയൊക്കെ നമ്മൾ വിവിധ ഘട്ടങ്ങളായിട്ട് ഇതിനെ പാസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഗ്രാനുവൽസിനെ നിർമ്മിച്ചെടുക്കുന്നത്. ഈ ഗ്രാനുവൽസ് നിർമ്മിച്ചെടുക്കുന്ന ആണ് ടാബ്ലറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമുള്ള ഒരു ഘട്ടം. അതിനുശേഷം നമ്മളിതിനെ ലാബിൽ പരിശോധനയ്ക്ക് വിധേയമാക്കി അതിൻ്റെ എല്ലാ ടെസ്റ്റുകളും പാസ്സായതിനു ശേഷം നമ്മളതിനെ ടാബ്ലറ്റ് കംപ്രസ് ചെയ്യുന്ന മെഷീനിലേക്ക് കൊണ്ടുപോകും. ടാബ്ലറ്റ് കംപ്രസ് ചെയ്യുന്ന മെഷീനിൽ നമുക്ക് ആവശ്യത്തിനുള്ള സൈസിലും വെയിറ്റിലുമുള്ള ടാബ്ലറ്റ് നമ്മൾ അടിച്ചെടുക്കും. അതിനുവേണ്ടി നമ്മൾ പ്രത്യേകമായിട്ടുള്ള പഞ്ചുകളും ഡൈകളും ഉപയോഗിക്കും. ടാബ്ലറ്റ് കംപ്രസ് ചെയ്തതിന് ശേഷം പിന്നീട് നമുക്ക് ചില ടാബ്ലറ്റുകൾ നമ്മൾ ടാബ്ലറ്റ് കോട്ടിങ് ചെയ്യും. കോട്ടിങ് നമ്മളിവിടെ ചെയ്യുന്ന കോട്ടിങ് എന്ന് പറയുന്നത് ഫില്ലിംഗ് കോട്ടിങ് ചെയ്യാറുണ്ട്, എൻട്രി കോട്ടിങ് ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള കോട്ടിങ്ങുകൾ നമ്മൾ ചെയ്യും. അപ്പോൾ ഈ ടാബ്ലറ്റ് കോട്ട് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്, ഒന്ന് അതിൻ്റെ ചില മരുന്നുകൾക്ക് കയ്പ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഈ കയ്പുള്ള മരുന്നുകൾ നമ്മൾ പെട്ടെന്ന് വായിലേക്ക് വെക്കുമ്പോൾ നമുക്കൊരു കയ്പ് ഫീൽ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതിനെ കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു കോട്ടിങ് കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ ചില മരുന്നുകൾ നമ്മുടെ അറ്റ്മോസ്ഫിയർ കണ്ടീഷൻസിൽ അത് ഇനാക്റ്റീവ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ അതിനൊരു പ്രൊട്ടക്റ്റീവായിട്ട് നമ്മൾ ഈ കോട്ടിങ് കൊടുക്കും. പിന്നെ എൻട്രി കോട്ടിംഗ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റൊമക്കിലുള്ള അസിഡിക് pHനെ വിസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന കോട്ടിങ്ങാണ് എൻട്രി കോട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വിവിധ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ വിവിധങ്ങളായിട്ടുള്ള കോട്ടിങ് കൊടുക്കും. ഈ കോട്ടിങ്ങിന് ശേഷം നമ്മളിതിനെ ടാബ്ലറ്റ് അതിൻ്റെ ക്വാളിറ്റി അനാലിസിസ് ചെയ്തതിന് ശേഷമാണ് അതിനെ നമ്മൾ ബ്ലിസ്റ്റർ പാക്കിങ്ങോ അലു പാക്കിങ്ങോ ഇങ്ങനെയുള്ള പ്രൈമറി പാക്കിങ് നടത്തി
പിന്നെ സെക്കൻഡറി പാക്കിംഗ് ചെയ്തിട്ടാണ് നമ്മൾ ടാബ്ലറ്റ് വിതരണത്തിനായിട്ട് തയ്യാറാക്കുന്നത്. ടാബ്ലറ്റിന്റെ കഴിഞ്ഞു, ഇനി അടുത്തത് നമ്മൾ ക്യാപ്സ്യൂൾ അല്ലേ? ക്യാപ്സ്യൂളിന്റെ എങ്ങനെയാണ് ഇവിടെ പ്രൊഡക്ഷൻ നടക്കുന്നത്? ക്യാപ്സ്യൂൾ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ക്യാപ്സ്യൂളുകളൊക്കെ തന്നെ ആൻറ്റിബയോട്ടിക് മരുന്നുകളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മളൊരു ആദ്യം നമ്മുടെ മരുന്നുകൾ വേറെ അതിൻ്റെ എക്സിപ്പിയൻസുമായിട്ട് ചേർത്ത് അതിനെ ബ്ലെൻഡ് ചെയ്തെടുക്കും. ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത ഈ പൗഡർ നമ്മൾ ഇവിടെ ഓട്ടോമാറ്റിക് ക്യാപ്സൂൾ ഫില്ലിംഗ് മെഷീൻസ് ഉണ്ട്. ക്യാപ്സൂൾ ഫില്ലിംഗ് മെഷീനിൽ ഈ പൗഡർ ഇട്ടതിന് ശേഷം നമ്മളതിനെ ഹാർഡ് ജെലാറ്റിൻ ഷെല്ലിലേക്ക് ഫില്ല് ചെയ്യുന്ന സംവിധാനമാണ് നമുക്ക് നിലവിലുള്ളത്. ഈ ക്യാപ്സൂളിൽ ഈ മരുന്നുകൾ ഫില്ല് ചെയ്തതിന് ശേഷം ഇത് ഓട്ടോമാറ്റിക്കലി തന്നെ നടക്കുന്നതാണ്. ഇത് ക്യാപ്സൂൾ ഷെല്ല് തുറന്നിട്ട് അതിനുള്ളിൽ ഈ മരുന്ന് നിറച്ച് വീണ്ടും അത് അടച്ച് വരുന്ന ഒരു പ്രോസസ്സ് ഈ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈ മെഷീനിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് ശേഷം നമ്മളിതിനെ ക്വാളിറ്റി ചെക്കിന് ശേഷം നമ്മളിതിനെ പ്രൈമറി പാക്കിങ്, അതായത് ബ്ലിസ്റ്ററോ അല്ലെങ്കിൽ അലുവലു പാക്കിങ്ങോ ചെയ്തിട്ട് അതിൻ്റെ സെക്കൻഡറി പാക്കിംഗ് ആക്കി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. നമുക്ക് അങ്ങനെ 2 ക്യാപ്സൂൾ ഫില്ലിംഗ് മെഷീനുകളുണ്ട്. ഒരെണ്ണം 90,000 ക്യാപ്സൂൾ പെർ അവർ കപ്പാസിറ്റി ഉള്ള ഒരു മെഷീനുണ്ട്. 90,000 ക്യാപ്സ്യൂൾ ഒരു മണിക്കൂറിൽ. പിന്നെ ഒരു 40,000 ക്യാപ്സൂൾസിൻ്റെ വേറൊരു മെഷീനും ഉണ്ട്. ഇങ്ങനെ 2 ക്യാപ്സൂൾ മെഷീനാണ് നമുക്ക് നിലവിലുള്ളത്. അടുത്തത് നമ്മൾ സിറപ്പിലേക്ക് കടക്കാണ്. സിറപ്പും ഇവിടെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സിറപ്പിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? സിറപ്പ് നമ്മളിപ്പോൾ ഏകദേശം ഒരു 10-12 ഐറ്റത്തോളം സിറപ്പുകൾ ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന പാരസെറ്റമോൾ സിറപ്പുണ്ട്, സിട്രസിൻ സിറപ്പുണ്ട്, സാൽബുട്ടമോൾ സിറപ്പുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള സിറപ്പുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ സിറപ്പിൻ്റെ എല്ലാം ബേസ് എന്ന് പറയുന്നത് നമ്മുടെ ഷുഗർ സിറപ്പാണ്. അപ്പോഴും നമ്മൾ സാധാരണ നമ്മൾ ഫാർമസ്യൂട്ടിക്കൽ ഗ്രേഡ് ഉള്ള ഷുഗറാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് സിറപ്പ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ വെള്ളവുമായിട്ട് ചേർത്തിട്ട് അതിനെ ചൂടാക്കി അതിനെ നമ്മൾ ആദ്യം സിറപ്പാക്കി മാറ്റും. ഈ സിറപ്പിലേക്ക് നമ്മൾ മറ്റുള്ള മരുന്നുകൾ ആഡ് ചെയ്ത് കളറ്, ഫ്ലേവർ തുടങ്ങിയ സാധനങ്ങളെല്ലാം ആഡ് ചെയ്തതിന് ശേഷം ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യും. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ ക്വാളിറ്റി ചെക്സ് നമ്മൾ നടത്തും. ഇൻ പ്രോസസ് ക്വാളിറ്റി ചെക്സ് നമ്മൾ നടത്തും. ഇതിൻ്റെ നമ്മളൊരു ഓട്ടോമാറ്റിക് ഫില്ലിംഗ് ലൈൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ സിറപ്സൊക്കെ ഫില്ല് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ഘട്ടത്തിൽ നമ്മൾ ബോട്ടിലുകൾ ഒരു എയറിംഗ് യൂണിറ്റിലൂടെ കടത്തി വിട്ട് അതിനെ ക്ലീൻ ആക്കും. പിന്നീട് അതിനുശേഷം അതിനെ നമ്മുടെ ഒരു ഫില്ലിംഗ് ഹെഡിൻ്റെ വെച്ചിട്ട് നമ്മൾ അതിനകത്ത് ലിക്വിഡ് ഫില്ല് ചെയ്യുന്നു. പിന്നെ അതിനൊരു ക്യാപ് സീലിംഗ് മെഷീനിൽ ക്യാപ്പ് സീൽ ചെയ്യുന്നു. പിന്നെ ഒരു വിഷ്വൽ ഇൻസ്പെക്ഷൻ ചെയ്യുന്നു, ലേബൽ ചെയ്യുന്നു, പാക്ക് ചെയ്യുന്നു. ഇങ്ങനെയാണ് ആ ഒരു ലൈനിൻ്റെ ക്രമം. ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ഉപയോഗിക്കുന്ന വാട്ടറിൻ്റെ ക്വാളിറ്റിയാണ്. അപ്പോൾ ഈ വാട്ടർ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഒരു ടാങ്കിൽ സ്റ്റോർ ചെയ്തിട്ടിരുന്നാൽ അതിനകത്ത് മൈക്രോബ്സ് വളരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വാട്ടറിനെ നമ്മളൊരു ലൂപ്പ് സിസ്റ്റത്തിലൂടെ എപ്പോഴും സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കൂടാതെ നമ്മൾ അതിനെ ഒരു 80 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്തുമാണ് നിലനിർത്തുന്നത്. ഇതുമൂലം നമുക്ക് അതിനകത്തുള്ള മൈക്രോബിയൽ കണ്ടാമിനേഷൻ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഈ വാട്ടറാണ് നമ്മൾ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇതുകൂടാതെ നമ്മൾ ORS പൗഡറിൻ്റെ നിർമ്മാണവും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ഡീഹൈഡ്രേഷൻ സംബന്ധമായിട്ട് ബന്ധപ്പെട്ടുള്ള സമയത്ത് കൊടുക്കുന്നതിനായിട്ടുള്ള ORSൻ്റെ ലൈന് തയ്യാറാക്കാനുള്ള പൗഡർ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ നമ്മൾ ഡ്രൈ പൗഡർ ഇഞ്ചക്ഷൻ മരുന്നുകളും ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. പ്രധാനമായും ആൻറ്റിബയോട്ടിക് മരുന്നുകളാണ് ഇത്തരത്തിൽ നമ്മൾ നിർമ്മിക്കുന്നത്. ഈ മരുന്നുകൾ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും കേരളത്തിനകത്തും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഭാവിയിലേക്ക് നമ്മുടെ പുതിയ പ്രോജക്റ്റുകൾ എന്ന് പറയുന്നത് നമ്മൾ പ്രധാനമായിട്ടും 2 പ്രോജക്റ്റുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് LVP SPP ഒപ്താൽമിക് പ്ലാന്റ്, നമ്മുടെ IV ഫ്ലൂയിഡ്സിൻ്റെ നിർമ്മാണം ആയിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ലിക്വിഡ് ഇഞ്ചക്ഷൻസിൻ്റെ വേണ്ടിയിട്ടുള്ള ഒരു മാനുഫാക്ചറിങ് യൂണിറ്റാണ്. അത് മെഷീനറിയിലെല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. അത് അടുത്ത വർഷം മുതൽ നമ്മൾ അതിനകത്ത് കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. കാരണം ഇപ്പോൾ IV ഫ്ലൂയിഡ്സ് നമ്മൾ കേരളത്തിലേക്കുള്ള IV ഫ്ലൂയിഡ്സ് നിർമ്മാണ യൂണിറ്റുകൾ കേരളത്തിൽ ഇപ്പോൾ നിലവിൽ ഇല്ല. മറ്റ് സംസ്ഥാനങ്ങളെയാണ് നമ്മൾ പ്രധാനമായിട്ടും IV ഫ്ലൂയിഡ്സിൻ്റെ വേണ്ടിയിട്ട് ആശ്രയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രോഡക്റ്റിൻ്റെ ഉൽപ്പാദനം ഇവിടെ സാധ്യമാകുമ്പോൾ അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ അനുഗ്രഹമായിരിക്കും. ഇതുകൂടാതെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രോജക്റ്റാണ് ഓങ്കോളജി ഫാർമ പാർക്ക് എന്ന് പറയുന്ന പ്രോജക്റ്റ്. ഈ ഫാർമ പാർക്ക് നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത് നമ്മുടെ ക്യാൻസർ മരുന്നുകളുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ആൻറ്റി ക്യാൻസർ മരുന്നുകൾ നമുക്കറിയാം ഇവയ്ക്കെല്ലാം വളരെയധികം വില കൂടുതലാണ്. അപ്പോൾ നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഈ ക്യാൻസർ രോഗം വന്ന് പിടിപെട്ടാൽ അവർക്ക് മരുന്നിന് വേണ്ടിയിട്ട് വളരെയധികം രൂപ ചെലവഴിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള രോഗികളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടും ക്യാൻസർ മരുന്നുകളുടെ നിർമ്മാണം നമ്മുടെ നാട്ടിൽ തന്നെ സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടും ഗവൺമെൻറ് 230 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ഓങ്കോളജി ഫാർമ പാർക്ക് 2026 യാഥാർത്ഥ്യമാകും എന്നാണ് കരുതപ്പെടുന്നത്. ഇതിനുള്ള പ്രാരംഭ നടപടികൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിനു വേണ്ടി കൺസൾട്ടൻറ്റിനെ നിയമിച്ചു. ഡിസൈൻ വർക്കുകളൊക്കെ കഴിഞ്ഞു. അതിൻ്റെ പ്രാരംഭ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം കേട്ടോ. പ്രത്യേകിച്ചിട്ട് നമ്മളിൽ പലരും ഈ ഒരു കാഴ്ച കാണാത്തവരുണ്ടാവും. നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക.
കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ് കമ്പനിയിലേക്ക് വരുന്നത് വരെ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. സാധാരണ നമ്മളൊരു പൗഡർ അതൊരു ടാബ്ലറ്റ് ആക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ക്യാപ്സ്യൂൾ ആക്കിയിട്ട് നമ്മുടെ കൈകളിലേക്ക് തരിക എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ വന്നപ്പോഴാണ് ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ കൈകളിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഈ ടാബ്ലറ്റും ക്യാപ്സ്യൂൾസും ഒക്കെ നമ്മുടെ കൈകളിലേക്ക് വരുന്നത് എന്നുള്ള കാര്യം അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.